ഈ നമ്പർ കൊടുക്കും, ഞാൻ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ചോദിച്ചിട്ട് നമുക്ക് അടിപൊളി, സൂപ്പറാണ്, ഇഷ്ടായി. ഇവിടുത്തെ ഈ ഒരു വൈബ് കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, പകല് കാണുമ്പോൾ വേറെ ലെവലാണ്. ഇത് ശരിക്കും ഇവിടെ ഒരു 4 മണിക്ക് ശേഷം ഒരു രാത്രി ഒരു 2-3 മണി വരെ അല്ലേ? നല്ല ഉറക്കം ഉറങ്ങി. ഇനി ബിരിയാണി കഴിച്ചിട്ടൊരു ഉറക്കാം അല്ലേ ഇബ്രാഹിമേ? ഞാൻ പറഞ്ഞേ തണുപ്പിൽ പോയൊന്നും വലിയ തണുപ്പില്ലല്ലോ, അത്ര തണുപ്പൊന്നുമില്ല ഗൈസ്, നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഗൈസ്, നമ്മൾ ഊട്ടി റിസോർട്ട് വിടുകയാണല്ലോ കുഞ്ഞോളെ. അപ്പൊ ഈ ഒരു ഭംഗി എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളെ ഈ ഒരു ഇന്നലത്തെ ഒരു ഇവിടുത്തെ സ്റ്റേ, വാക്കസ്റ്റേലെ സ്റ്റേ അല്ലേ? സെറ്റപ്പ് ആയില്ലേ? അപ്പൊ നമ്മള് വാക്കസ്റ്റേന്ന് പോവാണ്. ഇവിടുത്തെ ഈ ഒരു വൈബ് കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ, പകല് കാണുമ്പോൾ വേറെ ലെവലാണ്. ഇത് ശരിക്കും ഇവിടെ ഒരു 4 മണിക്ക് ശേഷം ഒരു രാത്രി ഒരു 2-3 മണി വരെ അല്ലേ? മഞ്ഞിങ്ങനെ പെയ്യും. കാറ്റാണ് സഹിക്കാൻ കഴിയാത്ത, നല്ല അടിപൊളി കാറ്റ് ഇപ്പോഴും ഉണ്ട്. സഹിക്കാൻ കഴിയാത്ത അറിയുമ്പോ ഭയങ്കര ബുദ്ധിമുട്ട്. അതല്ല, അത് അത്രയും നല്ല രസം, അങ്ങനെയാണ് ഉദ്ദേശിച്ച രസമുണ്ട്. അപ്പൊ എന്താ നമ്മുടെ റിസോർട്ടിന്റെ അനുഭവങ്ങളെ കുറിച്ച് ഓരോ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചാൽ മൈക്ക് കൊടുത്താണ്ട് അങ്ങനെ തന്നെയാണ് ഇത് വ്ളോഗിങ് കൊടുക്കല്. ഇപ്പേക്കണാടെ ഇപ്പനോട് ചോദിച്ചു ഫസ്റ്റ് ഗൈസ്. അപ്പം ഇന്ന് കുഞ്ഞോളാട്ടോ, വ്ളോഗർ കുഞ്ഞോളാണിത്, കുഞ്ഞോൾ CP വ്ളോഗർ കുഞ്ഞോൾ CP ആണ്. സൂപ്പർ അല്ലേ? അടിപൊളി. ഇജ് പറയുമ്പോ മൈക്ക് ഇജ് ഇങ്ങോട്ട് കൊണ്ടുവരണം. സൂപ്പറാണ്, അടിപൊളി. നിന്റെ പാട്ടിൽ ആരെയും വരികയാണെങ്കിൽ ഈ നമ്പർ കൊടുക്കും, ഞാൻ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഉമ്മാനോട് ചോദിച്ചിട്ട് നമുക്ക് അടിപൊളി, സൂപ്പറാണ്, ഇഷ്ടായി. ടിഷനോട് ചോദിക്കണല്ലേ? ടിഷ എങ്ങനെ ഉണ്ട്? ഏറ്റവും ഇഷ്ടമായത് ഈ കാറ്റാ, കടലില് അങ്ങോട്ട് പിടിച്ചു പറ. ഇജ്ജ് പറയുമ്പോ ഇമ്മറഞ്ഞേ ചൊരടിച്ച്, ഞാനേ കടലില് ചൊരടിച്ചൂല, അതേപോലെ തിരമാല ഉദ്ദേശിച്ചത്. തിരമാല ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞത് പോളിയതാ. ടിഷക്ക് എന്താ പറയണ്ടേ? ടിഷക്ക് എന്താ പറയണ്ടേ? എന്താ ടിഷ ഒക്കെ അടുത്തേക്ക് പോരണ്ടെന്ന്. എന്നാ കുട്ടീനെ എടുത്തോ. എന്തായാലും ഒക്കെ റാഹത്തായില്ലേ, സെറ്റപ്പ് ആയില്ലേ? എന്താണ് നമ്മളെ റിസോർട്ടിന് സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞ? ഉഷാറായിട്ടുണ്ട്. വഴി തെറ്റിച്ച് കണ്ട് തെറ്റിച്ചാതെ ഓനാണ് എത്തിച്ചത്. പക്ഷെ നമുക്ക് 2 പെങ്ങന്മാരും കൂടി ഉണ്ട്, ഓര് കൂടി ഉണ്ടായി ഇതിലാറ് ഉഷാറാണ്. അത്രയും ആൾക്കാർക്ക് പറ്റുന്ന അല്ലേ? ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ടൈം നമ്മള് എല്ലാരും കൂട്ടിയിട്ട് ഒരു വരവ് വരാം അല്ലേ? ഇതിന് പെട്ടെന്നുള്ളൊരു വരവ് ആയതുകൊണ്ടേ. അപ്പൊ വാക്കസ്റ്റേന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, അതായത് 9,999 രൂപയുടെ ഒരു പാക്കേജ് നിങ്ങൾ എടുത്താൽ മതി. അത് എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം 3 പ്രാവശ്യം നിങ്ങൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം. ആ പാക്കേജിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം സ്റ്റേ ചെയ്യാം. അങ്ങനെ 3 വർഷം 3 പ്രാവശ്യം നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാം. അങ്ങനെ ടോട്ടൽ 9 പ്രാവശ്യം 9,999 എടുത്താൽ നിങ്ങൾക്ക് അപ്പോൾ ഒരു സ്റ്റേക്ക് വെറും 1,100 രൂപയുടെ റേഞ്ചിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ, ഒരു സ്റ്റേയുടെ ചാർജ് വരുള്ളൂ. അതായത് അത്രക്കും ബെനിഫിറ്റ് ആണ്. വേറൊരു കേസ് കൂടെ ഉണ്ട്. ഇനി 3 ഫാമിലിയൊക്കെ നാട്ടിൽ നിന്ന് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തിൽ എന്ത് ചെയ്താൽ മതി, ഒറ്റടിക്ക് വന്നു കഴിഞ്ഞാൽ അതേപോലെയാണ് ഇന്നാള് ഇവര് കാട്ടിയത്. ഇന്നാള് ഇവര് ഫാമിലി ആയിട്ട് 3 ഫാമിലി ടൂർ വന്നപ്പോ എന്ത് ചെയ്ത്, ഏതായാലും ഒരു റിസോർട്ടിന് നമ്മൾ റൂം എടുക്കുമ്പോ സാധാ റൂം എടുക്കുകയാണെങ്കിൽ 3,000 സംതിങ് ആവും. അപ്പൊ ഇവര് 3 ഫാമിലി പാടെ കൂടിയിട്ട് 9,000 ആക്കി. ഈ 3,000 ഒക്കെ കൂട്ടിയിട്ട് ഒരു പാക്കേജ് എടുത്ത്, എന്നിട്ട് മറ്റൊരു 2 ആളും ഗൾഫിക്ക് പോണവരാ. ഓല് എന്ത് ചെയ്തു, ആ സ്റ്റേയില് ആ പൈസ കഴിഞ്ഞു കഴിഞ്ഞാൽ ഓല് പോയി. ഇനിയിപ്പോ എനിക്ക് വരുന്ന 2 വർഷത്തിലും എനിക്ക് 3 പ്രാവശ്യം വീതം 6 സ്റ്റേ എനിക്ക് ഉണ്ട്. കാരണം ഓ മറ്റുള്ള പറ്റിച്ചു ജീവിക്കാണ്. അല്ല, ഇനി ഒരു ഗൾഫിൽ നിന്ന് വരുമ്പോ ഞങ്ങൾ അടുത്ത ട്രിപ്പ് അടുത്ത വർഷമല്ലേ 2026 ഇഞ്ഞോല് വരുമ്പോ ഞങ്ങൾ ഇഞ്ഞും വരും. ഫ്രീ ആണ്. ആ കാർഡില്ല എൻ്റെ അടുത്ത്. അത് നമുക്കൊരു ആപ്പാണ്. ആ ആപ്പ് പോയി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ എന്താ വെച്ചാൽ ആദ്യം 3 ഉള്ളു ഇനി ആഡ് ചെയ്തിരുന്നത്. ആദ്യം ഓരോന്ന് വയനാടും ഊട്ടിയും മൂന്നാറും ഒറ്റ. ഇപ്പൊ അതിക്ക് വേറെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കാനല്ലേ, നല്ല അടുക്കളയുണ്ട്.
കിച്ചണ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളങ്ങനെ ഇതില് റിസോർട്ടിൽ തന്നെ നമുക്ക് ഫുഡ് ഉണ്ടാക്കാതെ അതായത് റെസ്റ്റോറന്റുകൾ തന്നെ ഉണ്ട്. ചില നമ്മള് വയനാട് പോയപ്പോ അവിടെ റെസ്റ്റോറന്റ് ഉണ്ട്, റെസ്റ്റോറന്റ് ഉണ്ട്. നമുക്ക് ഫുഡ് പറഞ്ഞു കൊടുത്താൽ അവിടെ തന്നെ കിട്ടും. ഇത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കുറച്ച് അപ്പുറത്താണ്. അപ്പൊ നമുക്ക് ഫുഡ് ഉണ്ടാക്കണല്ലേ നമ്മള് പാർസൽ കൊണ്ടുവരണം. ആ ഒരു ഇതന്നെ ഉള്ളൂ. സ്വിഗ്ഗി ഒക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഊട്ടിയോട് വിട പറഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഊട്ടിയുടെ വൈബ് സത്യം പറഞ്ഞാൽ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു 2-3 ദിവസമൊക്കെ നിൽക്കാൻ കണ്ടിട്ട് വരണം. നമുക്ക് നാട്ടിൽ കുറേ പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് അതിനൊന്നും പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് നമ്മൾ ഇന്ന് തന്നെ പോവാണ്. ഓക്കെ, അതെ, പാട്ടൊക്കെ പാടി കാരൻസ് കളിക്കുക, പിന്നെ ചീട്ട് കളിക്കേണ്ടവർക്ക് ചീട്ട് കളിക്കുക. ചീട്ട് കളി പറഞ്ഞാൽ നമ്മൾ പൈസ കളിക്കണമല്ലോ കേട്ടോ, വെറുതെ കാർഡ് വെച്ച് കളിക്കുമല്ലോ. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ, അതായത് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ നല്ല ക്ലൈമറ്റ്, അതായത് ഊട്ടിയിൽ നമ്മൾ ഇങ്ങോട്ട് എത്ര റിസ്ക് എടുത്ത് വന്നാലും നമ്മൾ ആസ്വദിക്കേണ്ട ഒരു സംഭവമാണ് ക്ലൈമറ്റ്. അത് ഇവിടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ആംബിയൻസ് അതും കിട്ടും അല്ലേ ടിഷമ്മു? നല്ല കാറ്റാണല്ലേ എപ്പോഴും. ടിഷമ്മു ചെവിയിൽ പൂവൊക്കെ കുത്തിയിരിക്കുന്നത് കേട്ടോക്കാം. കാര്യമായിട്ട് റിസോർട്ടിനെ കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളത്? കണ്ടോ, ജഡ്ജളാൻ, അതായത് വളരെയധികം വിജൃംഭിച്ച റിസോർട്ടില്ലേ. നഞ്ഞി പോവല്ലേ? എന്ത് എന്ത് ഇരുന്നോ? അതിനെന്താ? എവിടെ? ഓൻ കയറി ഇരുന്നിക്കണമെങ്കിൽ ഇരുന്നോ. ഓൻ്റെ ഏട്ടനാണ്, മനസ്സിലായോ? ഓന് എവിടെയാണ് ഇരിക്കണ്ട, അവിടെ ഇരുന്നിട്ട് ബാക്കിയുള്ള സ്ഥലത്താണ് നമ്മൾ ഇരിക്കുക. മൈക്ക് വെച്ച് പറയാം, അല്ല വെറുതെ ഇങ്ങനെ വെറുതെ. ജിബ്രാനെ, ഇജ് എങ്ങോട്ടാണ്? ബാക്കിലല്ലേ ഇരിക്കണേ? ഉമ്മച്ചിൻ്റെ അടുത്താ? ഓൻ ഉമ്മച്ചിൻ്റെ അടുത്താണ് പോലെ. ഇജിൻ്റെ അടുത്ത് ഇരുന്നു. ഓക്കെ, എന്നോട് എൻ്റെ അടുത്ത് ഇരിക്കാനാ പറഞ്ഞത്. എന്നാ ഇജ് ബാക്കിലേക്ക് ഇരുന്നു കേട്ടോ. അതിന് ഉമ്മച്ചി ബാക്കിലാണ് മോനെ. സോനു ഇവിടെ ഇരുന്നോളൂ. അതെന്ത് വണ്ടി എടുക്കണമെന്നില്ല, സ്റ്റാർട്ടാക്കണോളൂ. അതിനാ മുന്നിൽ പോലെ രണ്ടാളും ഉമ്മയും മരുവോളും അങ്ങോട്ട്. പോട്ടെ. അല്ല, ഞാൻ സോനു ഉമ്മ ജിബ്രു അല്ലേ, ഓനെ ഓളടുത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇവിടെ കച്ചറ ഓടീന്. എന്നാ ഇബ്രുവിന്റെ അടുത്ത് ഇരിക്കണോ? നമുക്ക് നടുവിൽ ഇരിക്കാം കേട്ടോ. അല്ലല്ല, ഇജ് ഇവിടെയാണ്. ഇങ്ങോട്ട് നേരിക്കിരുന്ന അവിടെ ഓർമ്മ ഇതുമ്മ തൂക്കിട്ടാ മതി. ഇതുമ്മ ഇബ്രോ എന്നാ ഇങ്ങോട്ട് പോരും, മുന്നിൽ പോരും. ഇന്റെ അടുത്ത് ആ സീറ്റ് ഒന്ന് ബെൻഡാക്കി, അത് സീറ്റ് ശരിയാക്കിയാ മതി. അപ്പൊ ഞാൻ സോനിയോ, ഞാൻ എൻ്റെ ഊഴാണ്, ഇജ്ജ് കയറിക്കോ. ഓക്കെ, സെറ്റാ. പോട്ടെ ബ്രോ, കാണാം. കയറി കയറി. ഞാൻ അവിടുന്ന് കയറാം, റോട്ടിൽ നിന്ന് കയറാം. വണ്ടി എടുത്തോ. പോരട്ടെ പോരട്ടെ. ഫുള്ളടിച്ചോ? ഫുള്ളടിച്ചോ?
ഫസ്റ്റ് കിട്ടിയതല്ലേ റൈസാക്കി എടുക്കുക പൊട്ടിച്ചല്ലേ സ്റ്റാർട്ടിങ് എടുക്കുക വേഗം സ്റ്റാർട്ടിങ്ങിലിട്ട് വണ്ടി ആളിറങ്ങണമെന്നാ കയറിക്കോളിമ്മ നിങ്ങളാണ് ഇതിൽ ഏറ്റവും കനെന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക് പോലെന്നാ കാക്കുമാരോട് പോകണേ കേട്ടാ പോട്ടെ ഞങ്ങൾ നേരെ നാട്ടിൽ പോവാം അല്ലെങ്കിൽ എന്തായാലും നാട്ടിലൊന്നും പോവില്ല അയച്ചോട് വരും നമ്മളെ കൊണ്ടുപോകാം ആ ഇപ്പൊ കളിച്ചിട്ടുണ്ടാവും ഗ്ലാസ് താവൂല കേട്ടോ എന്നോട് പറഞ്ഞില്ലേ ഇപ്പച്ചിന്റെ അടുത്ത് ഇരുന്ന് പറഞ്ഞില്ലേ എന്നെ തൊലിച്ച് കാണാൻ പോയിട്ടല്ലേ എത്ര മക്കളാ ഇവിടെ എല്ലാ മക്കളും അതല്ല നിങ്ങള് ബാഗ് ഇങ്ങോട്ട് തന്നപ്പോ ഇവിടെ കുട്ടികളാണ് മുന്നിലില്ല പറഞ്ഞ അതല്ലേ ബാഗ് ചീറ്റ് ബാഗ് മാത്രമേ ഉള്ളൂ അല്ല ഇടും ഞാൻ എന്റെ മുഖം കാണിച്ചു കൊടുത്താ പോരണോ ഞാൻ ജിബ്രാനും ഇപ്പറും മുന്നിലിരിക്കാണ് കുഞ്ഞോളെ ഫോൺ എടുത്തിട്ടില്ലേ എന്റെ ചാർജർ എടുത്തേക്കുന്നു കുഞ്ഞോളുടെ എടുത്തിട്ടില്ലേ പോണോ എടുത്തുകൊണ്ട് വയ്ക്കാം അങ്ങനെ അങ്ങനെ ഗൈസ് നമ്മൾ ഊട്ടിയിലെ നമ്മളെ എമ്മി റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ നമ്മളെ ബാക്കിൽ കുറച്ച് ഹംക്കുകൾ കയറിയിട്ടുണ്ട് അവരെ നമുക്ക് രക്ഷപ്പെടുത്തണം ആ വണ്ടി അതെന്ത് ഗിയറിലല്ല വണ്ടി റിവേഴ്സ് കട്ട് വെച്ചിരിക്കണത് ഫ്രണ്ട് ഗിയറിൽ ഇട്ടേക്ക് എന്നുവെച്ച് പിടിച്ചോ ഡോറ് എന്നത് വേണ്ട അങ്ങനെ ഗായ്സ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് ഗായ്സ് ടിഷുമ്മ നീച്ചോ നല്ല ഉറക്കം ഇനി ഇനി ബിരിയാണി കഴിച്ചിട്ടൊരു ഉറക്കാം അല്ലേ ഇബ്രാഹിമേ ഇനിയൊരു ഉറക്കാം എന്നിട്ട് വൈക്കടവ് എത്തിയിട്ട് നമുക്ക് നീച്ചണ്ടേ ഉള്ളൂ ഇപ്പം അവനും ഉറങ്ങാൻ പാടില്ല ഓക്കെ ഇമ്മി ഉറങ്ങാൻ പാടില്ല കാരണം നിങ്ങൾ വർത്താനം പറഞ്ഞാലുള്ളൂ ഓൻ ഉറങ്ങണ്ടോ നോക്കണം ആ അതല്ലേ നമുക്ക് ധൈര്യമല്ല നിങ്ങളൊക്കെ വിശ്വസിച്ചാണ്ട് എങ്ങനെ പിന്നെ ഞാൻ ആർക്കില്ല അർച്ചോനോട് പറയാ എന്ത് എന്താണ് എന്താണ് ചിന്ത എന്താ പറയണേ എൻ്റെ ഡ്രസ്സ് ഇത് നരച്ചിക്കണല്ലോ ആരതായാലും നരച്ചിക്കണ അൻഷിത പൊന്നു അതൊക്കെ ഇതിക്ക് നോക്കി പിടിക്ക് സ്ക്രീനിക്ക് നോക്കിയാൽ എനിക്ക് കാണുള്ളൂ കൈ കഴുകുക
ഉമ്മ ആദ്യം വണ്ടി ചെന്ന് ഇരുന്നോ കൈ കഴുകാതെ? അതല്ല അന്നല്ല പറഞ്ഞേ, ഞാൻ ഉമ്മമ്മനെ പറഞ്ഞു. തണുപ്പില്ലേ? വലത്തെ കയ്യാണ് കഴിക്കണ്ടേ, ഇടത്തെ കയ്യല്ലേ? അതാ ചൂട്. ഉമ്മങ്ങനെ ചൂടിലെ വെള്ളമാണോ അല്ലാതെ ഓല നോളത്തരം കണ്ടാണ് നിങ്ങൾ പേടിച്ചത്. ആ എക്സ്പ്രഷൻ കിങ് ആണ് അവനൊക്കെ, ക്യൂനല്ല കിങ്. ആ അവനെ ആ വെള്ളം തട്ടിയപ്പോ അപ്പൊ ഉമ്മ ചൂടിലെ വെള്ളേക്കാരതി. സോനിയ കയ്യേക്ക് പോര്. ഞാൻ നോക്കാം ഇവിടെ കളിച്ചുള്ള സ്ഥലമല്ല കേട്ടോ. ആണെങ്കിൽ ഇരുന്നാണ്ട് എന്താ മുണുങ്ങാളം മുണുങ്ങിട്ട് പോയി കന്നീച്ചാട്ടോ. ഓക്കെ, ടിഷക്ക് വരെ ഈറടിച്ചിക്കണം എൻ്റെ സ്വഭാവം കണ്ടിട്ട്. ടിഷ എന്താണ് പറയാനുള്ളത്? ഇപ്പടെ അതെടുത്താ റൈസ് ആൻഡ് നൂഡിൽസ്. ഇത് നീ കൊടുത്തല്ലോ. മാ നിങ്ങൾക്ക് എന്താ മീൽസ് ഉണ്ടോ? മീൽസ് ഇല്ല. ബിരിയാണി ഉണ്ട്, ചിക്കൻ ബിരിയാണി ഉണ്ട്, സ്റ്റീം റൈസ് ഉണ്ട്, മട്ടൺ ബിരിയാണി ഉണ്ട്, എഗ് ബിരിയാണി ഉണ്ട്, പ്ലെയിൻ ബിരിയാണി ഉണ്ട്, വെജ് പുലാവ് ഉണ്ട്, ജീര റൈസ്, ഗീ റൈസ്, തൈര് റൈസ്, പിന്നെ റൊട്ടി, ബട്ടർ റൊട്ടി, നാന്, ബട്ടർ നാന്, കുൽച്ച, കേർഡ് റൈസ്, ഗ്രിൽ ചിക്കൻ, പെപ്പർ ഗ്രിൽ ചിക്കൻ, ചിക്കൻ ടിക്ക, ആന്ധ്ര ചിക്കൻ കബാബ്, വെജ് ഫ്രൈഡ് റൈസ്. കുട്ടികൾക്കൊക്കെ ചിക്കൻ ഫ്രൈഡ് റൈസ് പോരെ? ബ്രോസ്റ്റ് ഒന്നും ഇവിടെ അല്ല. ചിക്കൻ ഫ്രൈഡ് റൈസ് ആണോ നൂഡിൽസ് ആണോ വേണ്ടേ? കഴിക്കോ? ഒരു ചിക്കൻ നൂഡിൽസ്. രണ്ടെണ്ണം എടുത്തത്. ആ പിന്നെ എനിക്കൊരു മട്ടൺ ബിരിയാണി. നൂഡിൽസോ? കുഞ്ഞോക്ക് എന്താ? 2 ചിക്കൻ ബിരിയാണി. സോനിന് അത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണിയോ? അപ്പോൾ ഒരു ചിക്കൻ ബിരിയാണി കൂടി, 3 ചിക്കൻ ബിരിയാണി. നിങ്ങൾക്ക് എന്താ? അത് സാധാ വൈറ്റ് റൈസിൽ തൈര് ഒഴിച്ച് കാണ്ട ഈ കാരം. കേർഡ് റൈസ്. ഉമ്മാക്ക് എന്താ? എഗ് ബട്ടർ നാന്. 2 വേണം എനിക്ക്. ഉമ്മാക്കൊന്നും എനിക്കൊന്നല്ലേ? 2 ബട്ടർ നാന്. അതിക്ക് കറി എന്താണ്? ഗ്രിൽ ചിക്കൻ ഫുള്ള് എടുക്കുക അല്ലേ? ഉമ്മാക്കൂല്ലേ? ബീഫ് ചില്ലി ഇല്ല, ബീഫ് അവിടെ കിട്ടില്ല. ആ അത് ഗ്രിൽ ചിക്കൻ്റെ കൂടെ നിങ്ങൾ ഗ്രേവി എടുത്താൽ ഏതാണ്? ഇതിലേതാ കറി? എവിടെ ഇതിൽ വരുന്നേ? ഇതാ. ആ ഒരു പ്ലെയിൻ ഗ്രേവി എടുത്താൽ. പ്ലെയിൻ ഗ്രേവി എടുത്തോ? ആ
ലൈമേ കുട്ടികൾക്കൊക്കെ ലൈമ് പറഞ്ഞതാ. ബാക്കി എന്തോ കേർഡ് റൈസ് എന്തോ തൈർ റൈസ്, പിന്നെ ഒരു ഇത് ഗ്രില്ല് ഫുള്ള് പറഞ്ഞിരിക്കണല്ലോ. അപ്പൊ അത് രണ്ട് ഫുള്ള് ന്യൂഡിൽസ് ഉണ്ട്. എന്തായാലും ഇവർ തിന്നൂല. ചിക്കൻ നൂഡിൽസ് 2, മട്ടൻ ബിരിയാണി 1, ചിക്കൻ ബിരിയാണി 3, കേർഡ് റൈസ് 1, ബട്ടർ നാൻ 2, ഗ്രിൽ ചിക്കൻ ഫുള്ള്, പ്ലെയിൻ ഗ്രേവി 1, 5 ലെമൺ ജ്യൂസ്. 5 ലെമൺ ജ്യൂസ്. ഓക്കെ. അങ്ങനെ ഗൈസ് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡുകളെല്ലാം വന്നിട്ടുണ്ട്. ഇതാണ്ടോ വൈറ്റ് റൈസ്. എടിന്ന ഈ ലൈമാണ് കൊടുത്ത കുട്ടികൾക്ക്. മേത്ത് കൂടെ ചിന്തന നോക്ക്. ഞാൻ എന്താ ഇപ്പം എല്ലാം വന്നോ? ന്യൂഡിൽസ് തരാണ്ടല്ലേ? അങ്ങനെ ന്യൂഡിൽസ് എടേ കുട്ടികളെ പ്ലേറ്റിക്കൊക്കെ ന്യൂഡിൽസ് ഷെയർ ചെയ്ത് കേട്ടോ. അപ്പൊ ഗൈസ് അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ സോനിയോ? ഇനി കയറല്ലേ? എന്താണ് ആ സീറ്റ് ലെവലാക്കാം. ഉണ്ടല്ലേ? അങ്ങനെ ഗൈസ് നമ്മൾ ഊട്ടിയിൽ നിന്ന് വിട പറയുകയാണ് അല്ലേ ജിബ്രോ? ഭക്ഷണം കഴിച്ചില്ല മറാഹത്തല്ലേ? പിന്നെ കുഞ്ഞോൾ ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ചോക്ലേറ്റ് ഒക്കെ നിങ്ങൾ തിന്നോളി. അപ്പം ഇനി നേരെ എവിടുക്കാ പോണത്? നേരെ വല്യമ്മാനെ എടുക്കാൻ. നിങ്ങൾ മറന്നില്ലേ വല്യമ്മാനെ കുഞ്ഞോളെ? എന്ത് വല്യമ്മാനെ ബാക്കിൽ കഴിഞ്ഞ പ്രാവശ്യം പോന്നവര് ഇരിക്കേണ്ടി വരും. അതുവരെ ഉറങ്ങാലോ. ഗൂഡല്ലൂർ വരെ ഞങ്ങൾക്ക് ഇറങ്ങാം. വല്യമ്മാനെ മേത്ത് കഴിയൊന്നും തട്ടാറ്റില്ല. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് മടങ്ങി ഗൂഡല്ലൂരെത്തി. നാടുകാണി എത്തിയില്ലേ? നാടുകാണി എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ നല്ല ചൂട് ചായ, തണുത്ത കാലാവസ്ഥയിൽ അവസാനത്തെ ചായ അല്ലേ? ഇഞ്ഞോൾ ഇജെന്താ കടി എടുത്തേ? ചിഞ്ച എന്താ എടുത്തേ? പൊരിച്ചാത്ത പത്തിരിയോ? ഇപ്പം നുറുക്ക്. ഇത് എന്താ നിങ്ങൾ ലേസ് പൊട്ടിച്ചാത്ത? ഒരു ഗ്ലാസ് ആണല്ലോ നിങ്ങൾ പൊട്ടിച്ച ലേസ് വാങ്ങി തന്നിട്ട് അല്ലേ? ഗ്ലാസ് വിടുന്നല്ലേ? കുഞ്ഞോളുടെ തഗ് കേട്ടോ ഗൈസ്. നിങ്ങൾ ലേസ് എപ്പോഴും പൊട്ടിച്ചാ വീട്ടിലെത്തിയാൽ കാറുന്നൊക്കെ ഗ്ലാസ് പെടുന്നല്ലേ പൊട്ടിച്ചാൻ പറ്റുള്ളൂ. അതുപോലെ പൊട്ടിച്ചിരിക്കണേ. അതായത് ഇതിന്റെ അടിയിലൊക്കെ കുപ്പിച്ചില്ലുണ്ട് കഴിഞ്ഞിട്ടാണ് എന്നെ പൊട്ടിച്ചത് കേട്ടോ. ആയിക്കോട്ടെ, അവിടെ നിന്നോട്ടെ. ഇജെന്തിനാണ് ഇവിടെ വന്ന് നിക്കണത്? അല്ലാരൊക്കെ ലൈസ് ആരൊക്കെ പൊട്ടിച്ചത്? ഇനായ പൊട്ടിച്ചിരിക്കണ. എന്നാ വേഗം പൊട്ടിച്ചല്ലേ എല്ലാരും? അവിടെ പൊട്ടിച്ച വേഗം പൊട്ടിച്ചു. വേഗം തിന്നോളി. കാർന്ന് പൊട്ടിച്ച എല്ലാവർക്കും കൊടുക്കേണ്ടി വരും കേട്ടോ. ഇനായക്കൊക്കെ കൊടുക്കേണ്ടി വരും. കവർ ഇനായക്ക് കൊടുക്കേണ്ടി വരും. എനിക്ക് 1-2 എടുക്കുക എനിക്ക്. ഓക്കെ അല്ലേ? അതിനാണ് ഇവിടെ വണ്ടി നിർത്തിയത് ചായ എടുക്കാൻ. നിങ്ങൾക്ക് ചായക്ക് വേണ്ടിയിട്ട് ഇത് വാങ്ങി തന്നെ ആലോചിച്ചിട്ട് തീരുമാനം എടുത്തോട്ടോ. ഒരു കണ്ണിച്ചോരി ഉണ്ടാവില്ല കേട്ടോ. അതേപോലെ ഗൈസ് ഇവിടെ ഊട്ടി വർക്ക് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് വാ, നമുക്ക് അത് കാണിച്ചിട്ട് വാ.
സോനിപ്പോൾ മനസ്സിലാക്കി കള്ള പന്നി ഇത് ചായ അവിടെ വെച്ചേണ്ടല്ലേ എപ്പോഴോ എഴുതിക്കണോ ഇത് 5 0.5 ഒന്നിലെടുത്തളാ അപ്പോൾ ഗൈസ് ഇവിടെ ഊട്ടി വർക്കി ഉണ്ടാക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഊട്ടി വർക്കി എന്ന പേരുണ്ടെങ്കിലും ഇത് നമ്മളെ നാടുകാണിയിലാണ് ഇത് ഉണ്ടാക്കണത്. ഇവിടെ നിന്നാണ് ഉൽക്കൊക്കെ കൊടുത്തേക്കണേ ഇല്ലടാ അല്ലേ? ഇവിടെ നിന്നല്ല ഊട്ടിക്ക് കൊണ്ടുപോണേ. ആറ് തള്ളിക്കോ. എന്തൊക്കെ കിലോ അല്ലേടാ? 160. ഇങ്ങോട്ടും വന്നോ അടിക്കാൻ ഇതൊന്ന് പൊട്ടിച്ചിട്ടുള്ള ഒരു 1/2 കിലോന് 3 കവറാക്കും കേട്ടോ. തറവാട്ടുക്കും വീട്ടിക്കും അങ്ങനെയാണ് 6ന്റെ 3 പറയുന്നോ. ഇല്ല അത് വാങ്ങൂല. ഇജ്ജ് പറയണ വാങ്ങാനല്ല കേട്ടോ ഇവിടെ ഞാൻ ഫോണും കൊണ്ട് നടക്കണത്. ഓക്കെ അതിന് ഇജ്ജ് പറയണത് വാങ്ങൂല എവിടെയെന്ന് ഞാൻ പറഞ്ഞില്ലേ. ചോക്ലേറ്റ് എവിടെ? ഇതെത്രേ? 120. എന്താ ഇതോ നട്ട്സ് വേറെ തന്നെ ഞാൻ പേരിൽ വാങ്ങിച്ചില്ല. അത് തിന്നാ മതി. ഇതെടുത്തോ. ഇത് നിങ്ങൾക്ക് വണ്ടിയിൽ നിന്നാണ് കേട്ടോ. കല്ലുമുട്ടായ തിന്നാൻ പാടില്ല. ഇതെന്താ 70? ഇതെന്താ ഗോതമ്പലുവേ? തിരുനെൽവേലിയോ? ഇതെന്താ തേങ്ങ മുട്ടായി? അത് ശരി ഒന്ന് അടിച്ചോക്കെ. ഇതാടക്കും അത് ഇതതിൻ്റെ ശർക്കര പഠിച്ചോ ഇതാണോ? ഇതെത്ര വില? ഇതോ ഇത് പാത്രത്തിലാക്കിയുണ്ടോ? ഇന്നൊരു 1/2 കിലോ ഉണ്ടോ? അത് തിന്നാൻ വല്ല കളറ് ചേർത്ത് വരുന്ന സാധനമാണ്. മനസ്സിലായോ? അതിൻ്റെ ഉള്ളിലുള്ള ചോക്ലേറ്റ് സെയിം സാധനമാണ് നമ്മൾ ആ പാത്രത്തിൽ വാങ്ങിക്കണത്. ഇനി ഞാനൊരു കാര്യം പറഞ്ഞാണ്ടല്ലോ പിന്നെ മിക്സ് അത് ഇങ്ങനെ ആക്കി എടുത്താണ്. അല്ല ശർക്കര അല്ലേ രസം? ഇല്ല നിങ്ങളെ ഒരു കാലത്താക്ക നല്ലോണം തിന്നല്ലേ. നാളെ അത് പരിപാടിക്ക് എനിക്ക് ഓർമ്മയല്ലേ കൊണ്ടുവന്ന് ജി എൻ്റെ എണ്ണാക്കില് എന്താണ് പോകാത്തന്ന് പറഞ്ഞ തിന്നലാണല്ലോ ജി. ഇതിൻ്റെ ചെറുതുണ്ടോ? എത്ര? സോൻ പപ്പടി, പഞ്ഞിമുട്ടായി, അങ്ങനെ നൂലുമരി ഇങ്ങനെ വരും. ഓക്കെ സെറ്റല്ലേ? ആ വർക്ക് പറഞ്ഞിരിക്കണേ 1/2 3
ആയിക്കോട്ടെ ഇഞ്ചി എടുത്തിരുന്നു. അങ്ങനെ ഗൈസ് ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇതാ കയറിക്കോ ആ സീറ്റ് തരീക്കട സോന. ഓക്കെ അല്ലേ? എല്ലാരും റെഡി അല്ലേ? എല്ലാരും കയറിയില്ലേ? നമുക്ക് ആൾക്കാർ ഇനി എടുക്കാനൊന്നുമില്ലല്ലോ. വല്യമാനെ എടുത്തുല്ലേ? വല്യമ്മ നിങ്ങൾക്ക് അപ്പൊ ഊട്ടി കാണാൻ പറ്റിയില്ല അല്ലേ? അങ്ങനെ കണ്ടാ മതി, കണ്ടിട്ടുണ്ടോ? നിങ്ങളൊക്കെ പോയാണ് കണ്ടല്ലേ നിങ്ങളൊക്കെ പോയാണ് കണ്ടാ മതി. കണ്ടിക്കണ ഇന്നൊക്കെ പോന്നിക്കണെങ്കിൽ ശ്വാസമുട്ടളെ കൊച്ചി. അല്ലെങ്കിൽ ആരെങ്കിലും ഊട്ടിക്ക് പോകുമ്പോഴേ ഞാനും പോരുന്നുണ്ട്. ആര് ഈ ചിഞ്ചുവിന്റെ പൊന്നിയല്ലേ ഞാൻ ശരിക്കും ഊട്ടിക്ക് അങ്ങോട്ട് വരികയാണ് മാത്രം വരാല്ലേ? കുടുംബക്കാരടുത്ത് എത്തുമ്പോ ഇറങ്ങരുത്. എന്ത് കുടുംബക്കാരുണ്ടായതുകൊണ്ടല്ലേ വലിയ മറിഞ്ഞു. അല്ലെങ്കിൽ ഊട്ടി ഇഷ്ടമാണോ നിങ്ങൾ പോയല്ലോ? പക്ഷെ ഇന്നലെ പോകുന്ന നല്ല രസമുണ്ടായിന്. അപ്പൊ തന്നെ കൊണ്ടോണ്ടി വരും. ഞാൻ അതറിഞ്ഞോണ്ടേ അത് ഇന്നെ എവിടെയും പരസ്യം കോക്കട. അതാ പിന്നെ ഇത്രയും ദിവസം ഉണ്ടായതാണ്. ഞാൻ പറഞ്ഞേ സിഞ്ചു തണുപ്പ് എന്നാ പോയെന്നൊന്നും വലിയ തണുപ്പില്ലല്ലോ. അത്ര തണുപ്പൊന്നുമില്ല പ്രാവശ്യം. അപ്പോൾ പറഞ്ഞു പക്ഷെ പ്രാവശ്യം നല്ല കാറ്റുണ്ട്. തണുപ്പ് കമ്മിയാണ്. പക്ഷെ ആ ഹീറ്റർ വയനാട്ടിലൊക്കെ ചെറിയ അറിയണേ ഇന്ന് വയനാട്ടിലും ചെറിയാണെങ്കിൽ ആ കുണ്ടമുറിയിലെ കാണുന്നത്, മറ്റേ റൂമിൽ കടത്തില്ല. ഒരു തട്ടും പോറണ്ടല്ലേ ചോക്ലേറ്റ് ഞങ്ങളെ സൽക്കാരം കൊണ്ട് കണ്ടിട്ടേ ഹണിമൂൺ അവിടെ അവിടെ കടന്നീനി മുത്തമ്മാന്റെ അവിടെ